ഹേ ഗായ്സ്, എന്നാൽ ഇന്നത്തെ ഊണ് നമ്മുടെ തോട്ടത്തിൽ തന്നെ ആയല്ലോ. വലുതായിട്ടൊന്നുമില്ല, ഒരു പപ്പായ, കൂടെ കറിക്ക് സ്വാദിന് കറിവേപ്പില, പിന്നെ ഒരിത്തിരി ചീരയില. ആദ്യം നമ്മൾ കറമൂസനെ കഴുകി കുട്ടപ്പനാക്കാം, എന്നിട്ട് മുറിക്കാം. ആഹാ, ഇതിപ്പോൾ പഴുത്താണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതുകൊണ്ട് കറി ഉണ്ടാക്കുക തന്നെ. കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ആവാം അല്ലേ. വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ആളെ കുക്കറിലിട്ട് വേവിക്കുക ഒരു 5 വിസിൽ വരെ. ഇനി നമ്മൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. ഇനി നമ്മൾ കുക്കറിൽ കിടന്ന് വെന്ത കറമൂസനെ ഒരിത്തിരി സ്മാഷ് ചെയ്തതിന് ശേഷം ഈ മിക്സ്ചർ ആഡ് ചെയ്യാം. കൂടെ ഒരിത്തിരി അരിപ്പൊടിയും ആവാം, ഉപ്പും ആവാം. ഉപ്പില്ലാതെ പറ്റില്ലല്ലോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ആളെ സ്റ്റൗ കയറ്റാൻ. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കാം. മറ്റേ ആൾ വെന്ത് വന്നാൽ നമുക്ക് ഈ മിക്സ്ചർ അതിലോട്ടൊഴിക്കുക തന്നെ. മറ്റേ ആൾ വെന്ത് വന്നു കിട്ടോ, ഇനി കുറച്ച് ഇളക്കമൊക്കെ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഉണ്ടാക്കിയില്ല അതിനൊരു മിക്സ്ചർ, അത് ആഡ് ചെയ്തിട്ട് കറി മാറ്റി വെക്കാം. കറി ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്താ, കുറച്ച് ചീര ഉപ്പേരി ഉണ്ടാക്കാം. ചീരപ്പേരി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലടാ. എന്താ, ഒരിത്തിരി കടുക് പൊട്ടിച്ച് ചീരയിലിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് ആളെ സെറ്റാക്കുക. ആൾക്ക് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കൂട്ടി നോക്കുകയാണെ നല്ല ടേസ്റ്റാണ്. ഇനി എന്താ, കുറച്ച് ചോറിൻ്റെ സ്വാദ് കൂട്ടുന്ന ഡ്രൈ ഫിഷ് അഥവാ ഉണക്ക മീൻ ഇതങ്ങ് പൊരിക്കുക. അത് പൊരിഞ്ഞു വന്നോട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും അങ്ങ് ഞെക്കി പൊട്ടിച്ചോ. അല്ലോ, പൊട്ടിക്കൊന്നും വേണ്ട കേട്ടോ, പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനി നമുക്ക് കുറച്ച് പപ്പടം പൊരിക്കാം. പപ്പടം ഇല്ലാതെ എന്ത് ഊണില്ലേ. പപ്പടത്തിൻ്റെ ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട, പല ഷേപ്പിലുള്ള പപ്പടം കാണാൻ നല്ല ഭംഗിയാണ്, ഇസ്ൻ്റ് ഇറ്റ്? ഇനി എന്താ, എല്ലാം കൂടി വെച്ചിട്ട് ഒരു ഷോഫൊക്കെ ആവാം അല്ലേ. കുറച്ച് ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കറി ഒഴിച്ച് കൂടെ ചീരപ്പേരിയും പപ്പടവും ഉണക്കമീനും അച്ചാറും എല്ലാം കൂടി ഒരു പിടി പിടിച്ചാൽ എൻ്റെ മക്കളെ പൊളിയാ സാധനം. അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ എക്സ്പെരിമെൻറ്റ് വിജയിച്ചെന്ന്. പച്ചയേക്കാളും പഴുത്തതിനെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി ഞങ്ങളിത് പോയി കഴിക്കട്ടെ, നിങ്ങളും ലഞ്ചൊക്കെ പോയി കഴിച്ചോളൂ. അതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തോ. ഒന്നും കൂടി പറയുക, മറന്നു പോവാതിരിക്കാൻ. പിന്നെ ഒരു കമൻറ്റും കൂടി ഇടാം. എന്നാൽ ശരി, ബായ്.